പഠിക്കായിരുന്നു, എന്നാലും ഞാൻ അവിടെ മൂലമൊന്ന് പറഞ്ഞേക്കാം. അതായത് മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് എഴുതിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു നിങ്ങൾ, അതവിടെ നിൽക്കട്ടെ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് on the axis of a circular current carrying loop, അല്ലെങ്കിൽ current carrying circular loop, circular current carrying loop. ഇത് നിങ്ങൾ എഴുതിയിട്ടുള്ളതാണ്, ഞാൻ അവിടെ മുതൽ തുടക്കം മുതൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. ക്യാരിങ് ലൂപ്പ്, ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഇതിനു മുമ്പ് പഠിച്ചത് എന്താ, നമ്മളൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ എടുക്കുന്നു. ബയോ-സവാർട്ട്സ് ലോ പറയുന്നത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ എടുക്കുന്നു, അത് ഇൻഫൈനൈറ്റ്ലി ലോങ് ആണ്. എന്നിട്ട് അതിൻ്റെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ കണ്ടക്ടറിൽ നിന്ന് r ഡിസ്റ്റൻസ് ദൂരെ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ബയോ-സവാർട്ട്സ് ലോ വെച്ചിട്ട്. എന്താ, ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ dB ഈസ് ഈക്വൽ ടു ഡയറക്ഷൻ അല്ല, മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് dB ഈസ് ഈക്വൽ ടു μ0/4π IdL sin തീറ്റ ഡിവൈഡഡ് ബൈ r² എന്നായിരുന്നു പഠിച്ചത് മാഗ്നിറ്റ്യൂഡ്. അതിന്റെ ഡയറക്ഷനോ dB ഈസ് ഈക്വൽ ടു μ0/4π IdL ക്രോസ് r ഡിവൈഡ് ബൈ എന്തായിരുന്നു, r² എന്നായിരുന്നു പഠിച്ചത്. അതായത് ഇവിടെ dl എന്ന് പറയുന്നത് ഇവിടുത്തെ ചെറിയ ലെങ്ത് എലമെന്റ് ആണ്. I കറണ്ട് ഇതുവഴി പോകുന്നു, അതുമൂലം ഇതിന് ചുറ്റിനും കണ്ടോ ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിളിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിന്റിലും എങ്ങനെയായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇങ്ങനെയായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. അത് നമുക്ക് നമ്മുടെ തമ്പ് റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ dl ക്രോസ് r ചെയ്യാൻ പറ്റും. dl ക്രോസ് r എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ നോക്കി, നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് dl ഇങ്ങോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൊണ്ടുവന്ന് ഇവിടെ എന്താണ്, ഇവിടെ ഏതെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവറോ വല്ലതും കൊണ്ടുവച്ചിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിയിൽ ഇൻറ്റു ദ പ്ലെയിൻ ആയിട്ടായിരിക്കും ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വരിക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചായിരുന്നു, വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വെക്റ്റർ സിയുടെ ഡയറക്ഷനാണ് കിട്ടുക. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നോക്കിയോ, ഇത് എ എന്ന് പറയുന്ന വെക്ടറാണ്, ഇത് ബി എന്ന് പറയുന്ന വെക്ടറാണ്. എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും, എ ക്രോസ് ബി ചെയ്താൽ ഇങ്ങനെ വരും. ഇങ്ങനെ ചെയ്യണം. അത് എവിടെ കൊണ്ട്, എനിക്കിപ്പോൾ എവിടെ ഏത് പോയിന്റിലാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് അവിടെ കൊണ്ട് വെച്ചിട്ട് വേണം ഞാൻ ആ ഡയറക്ഷനിൽ കറക്കാൻ. അപ്പം നമുക്കറിയാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു സാധനം കറക്കി കഴിഞ്ഞാൽ അകത്തോട്ട് കയറി പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻറ്റു ദ പ്ലെയിൻ ആയിട്ടായിരിക്കും സിയുടെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ എക്ക് പകരം ഡി എല്ലും ബിക്ക് പകരം ആറ് നോക്കിയാൽ മതി. അപ്പം ഇതിനെ ഡി എൽ ആയിട്ടും ഇതിനെ ആർ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ ഡി എൽ ക്രോസ് ആർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡി ബിയുടെ ഡയറക്ഷൻ ഇൻറ്റു ദ പ്ലെയിൻ ആയിരിക്കും ഈ പോയിന്റിൽ. അപ്പോൾ എപ്പോഴും നമുക്ക് ഡി ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, സാധാരണ ആ ലെങ്ത് എലമെന്റിൽ നിന്ന് പൊസിഷൻ വെക്ടറിലേക്ക്, പൊസിഷൻ വെക്ടർ എന്താ, ലെങ്ത് എലമെന്റും പോയിന്റും തമ്മിലുള്ള ദൂരം, അതിലേക്ക് ക്രോസ് ചെയ്തിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പം ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞതേ ഉള്ളൂ. ഇനി നോക്കിക്കോളൂ, ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പടം വരയ്ക്കാൻ പോവാണ്. ആ പടം വരയ്ക്കാൻ പോവാണ്. പടവും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, എന്നാലും ഞാനൊരു പടം ഇങ്ങനെ, അതായത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, ഇങ്ങനെയല്ല വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ് ഈ സർക്കുലർ ലൂപ്പ് വെച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ വരച്ചിരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് സൈഡിലോട്ട് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ സർക്കുലർ ലൂപ്പിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ O ആണ്. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, A ആണ്. അതും ഞാൻ വരച്ചു. എല്ലായിടത്തോട്ടും ഉള്ള അതിന്റെ റേഡിയസ് എന്തായിരിക്കും, A ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും എന്താണ്, A തന്നെ ആയിരിക്കും, ഇല്ലേ? എങ്ങോട്ട് നോക്കിയാലും A തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? എനിക്ക് ഫിസിക്സിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഫിസിക്സിൽ ഒരിക്കലും ടോട്ടൽ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സർക്കുലർ ലൂപ്പിന്റെ ടോട്ടൽ, അപ്പോൾ സർക്കുലർ ലൂപ്പിനകത്തൂടെ ഇങ്ങനെയാണ് കറണ്ട് കടത്തി വിടുന്നതെന്ന് വിചാരിക്കുക. ഈ സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് ദൂരെ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. r ഡിസ്റ്റൻസ് ദൂരെ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം സാധാരണഗതിയിൽ നമ്മളിപ്പോൾ നേരത്തെ എന്താ ചെയ്തത്, അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അതിന്റെ സെൻട്രലിൽ നിന്ന് അതിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് ദൂരെ P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ dB ഇക്വേഷൻ ആണ് ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓക്കെയാണ്, ശരി, സമ്മതിച്ചു. എന്താ, dB μ0/4π IdL sin θ. പക്ഷേ ഇവിടെ ഓരോ ലെങ്ത് എലമെന്റ് കൺസിഡർ ചെയ്യുമ്പോഴും ഓരോ ഡയറക്ഷൻ ആയിരിക്കും വരുന്നത്. ഉദാഹരണം പറയാം, ഇവിടത്തെ ലെങ്ത് എലമെന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. ഇവിടത്തെ ലെങ്ത് എലമെന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. ഇനി ഇവിടത്തെ ലെങ്ത് എലമെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് നമ്മളെ നോക്കി
നമ്മുടെ പ്ലെയിനിൽ വരും. അതായത് അവിടെ നിന്ന് ഒരു ആരോ നമ്മളെ നോക്കി വരച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ വരും. ഇവിടുത്തെ ലെങ്ത് എലമെന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വരയ്ക്കുന്നെങ്കിൽ അങ്ങോട്ട് വരും. അപ്പം നമുക്കിവിടെ പലതും പല ഡയറക്ഷനിലായതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ ഡി എൽ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ടോട്ടലി കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിലും നമ്മളിവിടെ എന്ത് ചെയ്യാന്നറിയാം, രണ്ട് സൈഡിൽ നമ്മൾ ഡി എൽ കൺസിഡർ ചെയ്യാൻ പോവാം. ഇത് സൈഡ് എ, ഇത് സൈഡ് ബി. എന്നിട്ട് നോക്കിയോ, ഇവിടെ നമ്മളൊരു ഡി എൽ കൺസിഡർ ചെയ്തു. ഇതാണ് നമ്മുടെ ഡി എൽ, ഇതാണ് നമ്മുടെ ഡി എൽ. അതിനെ ഞാൻ ഇച്ചിരി ഡാർക്കായിട്ട് വരച്ചു. ഇതാണ് നമ്മുടെ ഈ സൈഡിലെ ഡി എൽ. അതേപോലെ ഇവിടെയും ഞാനൊരു ഡി എൽ കൺസിഡർ ചെയ്തു. ഇതാണ് നമ്മുടെ ഈ സൈഡിലെ ഡി എൽ, ഓപ്പോസിറ്റ് സൈഡായിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്ക് പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ വരച്ചപ്പം പൊസിഷൻ വെക്ടർ എന്തായിരുന്നു? ഇതായിരുന്നു നമ്മൾ ഇവിടുത്തെ ഡി എൽ. ഈ ഡി എല്ലും ആ പി എന്ന് പറയുന്ന പോയിന്റിൽ തമ്മിലുള്ള ഈ ദൂരത്തിനെയാണ് പൊസിഷൻ വെക്ടർ എന്ന് എടുത്തത്. എന്നാൽ ഇവിടെ ഡി എൽ എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ ഡി എൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇല്ലേ, ഇപ്പൊ നമ്മൾ വരച്ചതാണ്. അതും പോയിന്റ് തമ്മിലുള്ള പൊസിഷൻ വെക്ടർ വരയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. ഓക്കെ, അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഞാൻ ഇത് നേരെ വരച്ച് കാണിക്കാൻ നോക്കിക്കോളൂ. അതായത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ, ഇങ്ങനെ വരയ്ക്കാൻ നമുക്ക്. നോക്കിക്കോളൂ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇതാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ലെങ്ത് എലമെന്റ്. അപ്പം ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അതായത് ഇവിടെ വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കണം. അതായത് ആ ഇത് ഇങ്ങനെ ആയിരിക്കുന്നതെന്നർത്ഥം. അതേപോലെ തന്നെ ഈ ഇപ്പുറത്തെ ലെങ്ത് എലമെന്റും നമുക്ക് ലെങ്ത് എലമെന്റും പൊസിഷൻ വെക്ടറും തമ്മിലുള്ള ദൂരം ഇതാണ്. അപ്പൊ അതും എന്താ? അത് നോക്കിയോ, ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. കണ്ടോ, അപ്പോഴും എന്ത് തന്നെയാ? കണ്ടോ, ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ് എന്നർത്ഥം. ഇത് മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് എങ്ങനെ 90 ഡിഗ്രി ആയി എന്നുള്ളത് മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഇതിന്റെ ഫ്രണ്ട് വ്യൂ, ഇതിപ്പോൾ ഇതിന്റെ സൈഡ് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. ഇത് ഇത്രയും ക്ലിയർ ആണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. എവിടാന്ന് പറഞ്ഞാൽ ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓൾറെഡി നമ്മൾ ഈ പൊസിഷൻ വെക്ടറിനെ ഇവിടെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് r ആയിട്ട് എടുത്തിരിക്കുന്നുണ്ട്. പൊസിഷൻ വെക്ടറിനെ ഒരിക്കലും നമുക്ക് r ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അത് നമ്മളിവിടെ x ആയിട്ടാണ് എടുക്കുന്നത്. അനീറ്റ ഓക്കെ ആണോ? അനീറ്റ, ശ്വേത, നന്ദിത, ഷാരോൺ, പാർത്ഥിവ്, ലോയിസ്, അന്ന, ഏഞ്ചലീന, അഭിന, മേബല്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന സമയത്ത് നോക്കിക്കോളൂ, ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ആക്സിസ് എങ്കിൽ, ഇതാണ് നമ്മുടെ പോയിന്റ്, ആർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡി എൽ ആയിട്ട് എടുത്തിരിക്കുന്നതെങ്കിൽ ഈ ഡി എല്ലിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നോക്കി, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, അതേപോലെ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ആ പോയിന്റിലോട്ട് വരയ്ക്കുന്ന സമയത്ത് ഇവിടുത്തെ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്താൽ മതി. അത് നമ്മൾ സൈഡ് വ്യൂ ആയിട്ട് വരച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കോളൂ, ഇനി ഇവിടെ നോക്കിക്കോളൂ. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഡി എൽ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര? അതായത് എ സൈഡിലുള്ള ഡി എൽ ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏതാണ്? ബി സൈഡിൽ ഉണ്ടാക്കുന്ന ഡി എൽ ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതിനെ താഴോട്ട് കുറെ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതിയിരുന്നു. അത് നമുക്കൊന്ന് എഴുതാം ഒന്നുകൂടെ. കൺസിഡർ എ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഓഫ് റേഡിയസ് A. Let P be a point. At a distance r from the center of the loop. Let DL be small length elements എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് എഴുതാം. length elements on side A and side
ബി ഓഫ് ലൂപ്പ്. ഇനി ലെറ്റ് എക്സ് ബി ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ എങ്ങനെ ആയെന്ന് മനസ്സിലായല്ലോ. ആ പോയിന്റും ആ ഡി എല്ലും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എക്സ്. അതെങ്ങനെ പെർപെൻഡിക്കുലർ ആയെന്ന് ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ലെറ്റ് ബി ബി ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് between perpendicular distance between DL and point P. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ എ സൈഡിലുള്ള ഡി എല്ലിലൂടെ പോകുന്ന കറണ്ട് ഈ പോയിന്റ് പിയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പം അതിനുവേണ്ടി നമ്മൾ എഴുതുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഡ്യൂ ടു ലെങ്ത് എലമെന്റ് അറ്റ് സൈഡ് എ. അതിനെ നമ്മൾ dB1 എന്ന് എടുക്കാം. dB1 = നമുക്കറിയാം μ0/4π IDL sin θ ഡിവൈഡഡ് ബൈ x² ആണ്. കാരണം എന്താണെന്നറിയോ, ഇവിടെ പൊസിഷൻ വെക്ടർ എക്സ് ആർ അല്ല. ഓക്കെ ആണല്ലോ. നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്തിട്ട് ഇത് ഐ കടത്തി വിട്ടു, ഡി എൽ കൺസിഡർ ചെയ്തു. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആർ എടുത്തുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് എടുത്തത്, IDL sin θ ബൈ r² എന്ന് എടുത്തത്. ഇവിടെ എക്സ് എന്നാണ്, പൊസിഷൻ വെക്ടർ എക്സ് ആണ്. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ x² എന്ന് എടുത്തു. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ എന്താ? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എന്താ? പൊസിഷൻ വെക്ടർ ആൻഡ് ഡി എൽ ആണ്. ശരിയല്ലേ? നിങ്ങളൊന്ന് നോക്കിയേ, ഞാൻ ഇവിടെ വരച്ചപ്പോൾ പൊസിഷൻ വെക്ടറിൻ്റെയും നോക്കിയോ ഇങ്ങനെ ഫ്രണ്ട് വ്യൂവിൽ വരച്ചപ്പോൾ ഇതായിരുന്നു നമ്മുടെ സൈഡ് എയിലുള്ള ഡി എൽ. ഈ ഡി എല്ലും നമ്മുടെ ഈ പോയിന്റ് സെൻട്രൽ പോയിന്റ് തമ്മിലുള്ള ഈ ആംഗിൾ എന്തായിരിക്കും? എന്തായിരുന്നു നമ്മൾ എഴുതിയത്? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ, ഹിയർ തീറ്റ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതാം, ഹിയർ തീറ്റ ഈസ് ഈക്വൽ ടു here theta is equal to 90 ഡിഗ്രി. 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ sin 90 എന്തെന്ന് വരും? sin 90 sin 91 എന്ന് വരുന്നു. ഇനി നമുക്ക് അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ dB1 is equal to μ0 ഡിവൈഡഡ് ബൈ 4π IDL ഡിവൈഡ് ബൈ എന്തെന്ന് വരും? x² എന്ന് വരുന്നു. ഇനി ഇതിന്റെ ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. നോക്കിക്കോളൂ. അതായത് നമ്മൾ സാധാരണ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? നോക്കിയോ, ഡി ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? DL ക്രോസ് R ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞാണ്. DL ക്രോസ് R ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി ബിയുടെ ഡയറക്ഷൻ കിട്ടും. അപ്പം ഞാൻ സിമ്പിളായിട്ട് ഞാനൊരു പ്ലെയിൻ ഓഫ് പേപ്പർ ഇങ്ങനെ വരയ്ക്കുവാണേ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. ഇതൊന്നും വരയ്ക്കണ്ട, നിങ്ങൾക്ക് ഇത്ര വരെ എഴുതി നിർത്തിയിട്ട് ഇത് ശ്രദ്ധിച്ചു. DL ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് DL ആണ്. DL ഇങ്ങോട്ട് പോകുന്നു. ആ പ്ലെയിനിൽ കൂടെ R ഇങ്ങോട്ട് പോകുന്നു. DL ക്രോസ് R ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? DL നിന്ന് Rലോട്ട് തിരിക്കണം. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിക്കണം. എനിക്ക് ഏത് പോയിന്റ് വെച്ചിട്ടാണോ കണ്ടുപിടിക്കുക, ഇപ്പോൾ ഈ പോയിന്റിൻ്റെ ആണെങ്കിൽ ഈ പോയിന്റ് വെച്ചിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സ്ക്രൂ ഡ്രൈവർ അകത്തോട്ട് കയറി പോവുക. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡി ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഡി ബി എങ്ങനെയാണെന്ന് നോക്കിയോ. ഇവിടെ ഡി ബിയുടെ ഡയറക്ഷൻ, dB1ന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ മുകളിലത്തെ ലൂപ്പിന്റെ ഭാഗം ഇങ്ങനെ ആയിരിക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമുക്കൊരു പ്ലെയിനിൽ വരച്ച് നോക്കിയോ, മുകളിലത്തെ ലൂപ്പിന്റെ ഭാഗം ഇങ്ങനെ ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ മുകളിലത്തെ ലൂപ്പിന്റെ ഭാഗം, ഇല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് DL ക്രോസ് എക്സ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. DL ക്രോസ് എക്സ് ചെയ്താലേ ഇത് കിട്ടത്തുള്ളൂ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഞാനൊരു ഇത് കാണിക്കാം, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് നോക്കിയോ, ഇതാണല്ലോ നമ്മുടെ ലൂപ്പ്. ഞാൻ തന്നെ ഇവിടെ ഒരു സാമ്പ്രാണി കാണിക്കുകയാണ്. സാമ്പ്രാണി. അപ്പോൾ ഈ സാമ്പ്രാണിയാണ് നമ്മുടെ പൊസിഷൻ വെക്ടറായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. കാരണം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ? DL ക്രോസ് R ആണ് ചെയ്യേണ്ടത്. DL ക്രോസ് എക്സ് ആണ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പുറത്തെ സൈഡിൽ DL ക്രോസ് എക്സ് ശരിക്കും പറഞ്ഞാൽ നോക്കി, ഈ പടത്തിൽ നിങ്ങൾ നോക്കിയോ, DL ക്രോസ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിങ്ങനെ വെക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ഇങ്ങോട്ടാണ് ക്രോസ് ചെയ്യേണ്ടത്. അത് സ്ക്രൂ ഡ്രൈവർ എങ്ങനെ വെക്കണമെന്ന് അറിയാമോ? ഇവിടെ ഒന്ന് ഇങ്ങനെ ചരിച്ചു വെക്കണം. കാരണം എന്താ? ഈ എക്സ് ചരിഞ്ഞാണ് ഇരിക്കുന്നത്, ഇല്ലേ? സ്ലാൻഡിങ്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് നമ്മുടെ DL,
ഇതാണ് നമ്മുടെ എക്സ്. അപ്പം ഡി എൽ ക്രോസ് എക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഡയറക്ഷനിലോട്ട് കറക്കുക. അപ്പോൾ നോക്കിയോ, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലെ ഡയറക്ഷൻ കണ്ടോ, ഇൻറ്റു ദ പ്ലെയിൻ ആയതുകൊണ്ട് കണ്ടോ ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നോക്കിയോ, ഡി എൽ ക്രോസ് ആർ ചെയ്യുമ്പോൾ ഇവിടെ കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ കൊണ്ടുവച്ചിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കി, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കണം നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്ന്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ട് വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. അതായത് നമ്മുടെ പടത്തിൽ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് അറിയാമോ, DB1ൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. അത് പടത്തിൽ മാർക്ക് ചെയ്യുക. കണ്ടോ, ഈ എക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ടായിരിക്കും DB1ൻ്റെ ഡയറക്ഷൻ. ഇതാണ് DB1. ഈ ഡയറക്ഷൻ എങ്ങനെ വന്നതെന്ന് മനസ്സിലാകാത്തവർ ഒന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡയറക്ഷൻ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാകാത്ത ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ധൈര്യമായിട്ട് ചോദിച്ചോ. ഓക്കെ, വേണമെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ ഇത് വരച്ചിട്ട് ഞാൻ വേണേൽ കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഇത് നമ്മുടെ എന്താണ് ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ക്യൂബാന്ന് കരുതിക്കോ. ക്യൂബ്, ഈ ക്യൂബിൻ്റെ ഈ സർഫസിലാണ് നമ്മുടെ ലൂപ്പ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചോ. ഈ സർഫസിലാണ് നമ്മുടെ ലൂപ്പ് ഇരിക്കുന്നത്. അതായത് ഈ ഫേസിൽ ലൂപ്പ് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് പോയിന്റ് വേണ്ടി ഇവിടാണ്, അപ്പം ഇവിടെ നിന്ന് എന്തായാലും ഒരു പെർപെൻഡിക്കുലർ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പോയിന്റിലുള്ള ഇതിൻ്റെ ഡയറക്ഷനാണ്. ഈ പോയിന്റിലുള്ള ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും എന്നറിയാമോ? ഡി എൽ ക്രോസ് കണ്ടോ, ഇതാണ് നമ്മുടെ ഡി എൽ. ഈ ഡി എൽ ഇനി ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യണം. ഇതാണ് എക്സ്. അത് എങ്ങനെ വെച്ചിട്ട് ക്രോസ് ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഇവിടെ കൊണ്ടുവച്ചിട്ട് ചരിച്ചു വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യണം. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഈ സ്ക്രൂ ഡ്രൈവർ അകത്തേക്ക് കയറിപ്പോകും. ഇതായിരിക്കും അതിൻ്റെ DB1ൻ്റെ ഡയറക്ഷൻ. അറിയാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം, അറിയാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ലെങ്ത് എലമെന്റ് ഉണ്ട്. ആ ലെങ്ത് എലമെന്റിന്റെ പൊസിഷൻ, ലെങ്ത് എലമെന്റിലും അവിടെ ഒരു പൊസിഷൻ വെക്ടറും ഉണ്ട്. അതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ലെങ്ത് എലമെന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് DB2 ആണ്. അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ വെച്ചിട്ട് ഇനി എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് ഇങ്ങോട്ട്, അതായത് ഇവിടെയും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് കറക്കിയാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും പോവുക. അത് വേറൊരു പടത്തിലൂടെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ താഴ്ഭാഗം ഇരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ ഇരിക്കുന്നത്. എനിക്ക് ഈ പോയിന്റിലുള്ള ഈ ലെങ്ത് എലമെന്റിന്റെ ഡയറക്ഷനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വേണം ക്രോസ് ചെയ്യാൻ. അപ്പോഴും ക്ലോക്ക് വൈസ് തന്നെയാണ്. നോക്കിക്കോളൂ, ക്ലോക്ക് വൈസ് തന്നെയാണ്. സ്ക്രൂ ഡ്രൈവർ ഞാൻ ഇങ്ങനെ ചരിച്ചു വെക്കുന്നു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിങ്ങനെ 90 ഡിഗ്രി ആയിട്ട് പോകും. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇത് മനസ്സിലാക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈഹാർട്ട് ചെയ്തേക്കുക. ഭാഗത്ത് എന്താ, DB1 എക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ടും താഴത്തേത് എക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് താഴോട്ട് പോകാന്നുള്ള കാര്യം ബൈഹാർട്ട് ചെയ്ത് വെച്ചാലും മതി, ഒരു പ്രശ്നമില്ല. എനിക്ക് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങോട്ടായിരിക്കും, പെർപെൻഡിക്കുലർ ഇങ്ങനെ. ഇത് DB2, ഇത് DB2. അപ്പം ഞാൻ അത് ഒന്ന് എഴുതുകയാണ് താഴോട്ട്. ഇത് നിങ്ങൾ നേരത്തെ DB1ൻ്റെ വരെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴോട്ട് എഴുതിക്കോ. ഹിയർ DL cross R, vector DL cross R gives the direction of DB1 at point P and is in a direction perpendicular to X from point P. from point P. അതായത് പോയിന്റ് പിയിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ വരുന്നത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ മറ്റേ താഴത്തേൻ്റെ അതൊന്നും വലിച്ചു വാരി എഴുതൊന്നും വേണ്ട. സിമിലർലി എന്ന് എഴുതുക. സിമിലർലി DB2 ഈസിക്കൽ എന്താ, μ0/4π. അതും എന്ത് തന്നെയാ, IDL ഡിവൈഡ് ബൈ എന്ത് തന്നെയാ, x² ആണെന്നുള്ള കാര്യം എഴുതി വെച്ചേക്കുക. അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ ഡയറക്ഷൻ ആൻഡ് ഇറ്റ്സ്
and its direction is also perpendicular to position vector x, position vector x from side B direction also perpendicular to position vector from side B from point B B എന്ന് പറയുന്ന സൈഡിലെ പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് പിയിൽ നിന്ന് താഴോട്ട്. ഇത് മനസ്സിലാകാത്തവർ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാമേ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകാതെ മുമ്പിലോട്ട് പോയിട്ട് കാര്യമില്ല. ഫിഗറിനകത്തും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം കേട്ടോ. ഫിഗറിനകത്ത് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇത്രയും ക്ലിയർ ആണോ? ഓരോരുത്തരോടും ഒന്ന് ചോദിക്കാം, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നന്ദിതയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? നന്ദിത ഷാരോൺ ഓക്കെയാണോ? ഷാരോൺ എവിടെയെങ്കിലും പറയണോ? വേണ്ട സാർ, ഓക്കെ. പാർത്ഥിപ്പിനും ലോയിസിനും ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞേ. യെസ് സർ. ലോയിസ്, ഹന്ന, സർ. അനീറ്റ. ഓക്കെ സർ. യെസ് സർ. ഓക്കെ. അനുഗ്രഹ. ഓക്കെ സർ. ഏഞ്ചലീന, ഏബൽ. യെസ് സർ. അഭിരാം, അതേപോലെ ഡേബ്രിയ ഒന്ന് പറയാമോ? ഡേബ്രിയ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നല്ലോ, ഒന്ന് പറയാമോ? യെസ് സർ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ആണെന്ന് പറയാമോ കേട്ടോ. യെസ് സർ. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇനി നമ്മൾ ഈ DB1 നമുക്കറിയാം, വെക്ടർ ഏതൊരു വെക്ടറും സ്ലാൻഡിങ് പൊസിഷനിലാണ് അതിന്റെ ഡയറക്ഷൻ എങ്കിൽ വി ഹാവ് ടു റിസോൾവ് ദം ഇൻടു ടു കമ്പോണന്റ്. ഇവിടെ DB1 DB2 രണ്ടും സ്ലാൻഡിങ് പൊസിഷനിലാണ്. അപ്പോൾ അതിനെ നമ്മൾ രണ്ട് കമ്പോണന്റ് ആക്കി റിസോൾവ് ചെയ്യാൻ പോവാ. ഒന്ന് DB1ന്റെ ഒരു കമ്പോണന്റ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ടും. So please show the last statement you wrote. Yes. This one. Yes sir. Okay sir. ഇനിയും നമ്മൾ വീണ്ടും രണ്ട് കമ്പോണന്റ് ആക്കി റിസോൾവ് ചെയ്യാൻ പോകണം. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഡയഗ്രാമിലോട്ട് പോകണം. ഡയഗ്രാമിലോട്ട് പോയിട്ട് ആദ്യം ഞാൻ DB1ന്റെ രണ്ട് കമ്പോണന്റിനെ റിസോൾവ് ചെയ്യാൻ പോവാണ്. അത് ആറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരെണ്ണം മുകളിലോട്ടും വരച്ചു. അതേപോലെ തന്നെ ആറിന് സ്ട്രെയിറ്റ് ആയിട്ട് അതിന് പാരലൽ ആയിട്ട് അതേ കൂടെ തന്നെ ഇങ്ങോട്ടും വരച്ചു. ഇതാണ് അതിന്റെ രണ്ട് കമ്പോണന്റ്. അതിന്റെ കോസ് കമ്പോണന്റ് ഏതാന്ന് നോക്കാം. നമ്മൾ ഇപ്പോഴും പറഞ്ഞായിരുന്നു തീറ്റ അടുത്തുള്ള കമ്പോണന്റ് ആയിരിക്കും കോസ് കമ്പോണന്റ്. പക്ഷേ ഇവിടെ തീറ്റ എന്ന് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി നമ്മൾ തീറ്റ 90 ഡിഗ്രി നേരത്തെ എടുത്തായിരുന്നു. പൊസിഷൻ വെക്ടറിന്റെയും DLന്റെയും ലെങ്ത് എലമെന്റ് ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ തീറ്റയാണ്. അത് ഓൾറെഡി നമ്മൾ തീറ്റ എന്ന് എടുത്തുകൊണ്ട് ഇവിടെ ഇനി തീറ്റ എന്ന് എടുക്കാൻ പറ്റത്തില്ല. പകരം നമ്മൾ ഇവിടുത്തെ ഈ ആംഗിളിനെ ഫൈ എന്ന് കൊടുക്കാൻ പോകും. ഫൈ. ആൻഡ് ദിസ് ആംഗിൾ ഈസ് ഓൾസോ ഫൈ. അപ്പം ഇത് ഫൈ ആണെങ്കിൽ ഇതെന്ത് വരും? ഇത് 90 മൈനസ് ഫൈ എന്ന് വരും. കാരണം നമുക്കറിയാം R എന്ന് പറയുന്ന അതും നമ്മളിപ്പോൾ മുകളിലോട്ട് വരച്ചിരിക്കുന്നതും പെർപെൻഡിക്കുലർ ആണ്. ഇത് 30 ആണെങ്കിൽ 90 മൈനസ് 30 ആയിരിക്കും, അതായത് 60 അല്ലേ? അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ എക്സും DB1ന്റെ ഡയറക്ഷൻ 90 ഡിഗ്രി അല്ലേ? അപ്പോൾ അതിന്റെ ഒരു പകുതി ആംഗിൾ ആണ് 90 മൈനസ് 5 എങ്കിൽ ബാക്കി ഇത് എന്ത് വരും? ഇത് 5 വരും. അങ്ങനെയാണെങ്കിൽ 5 അടുത്ത് വരുന്ന കമ്പോണന്റ് കോസ് കമ്പോണന്റ് ആയതുകൊണ്ട് DB1ന്റെ കോസ് DB1 കോസ് 5 ഇതായിരിക്കും. അതേപോലെ തന്നെ DB1 സൈൻ 5 ഇതുമായിരിക്കും. അതേപോലെ തന്നെ താഴത്തെ കമ്പോണന്റിനെ നമ്മൾ രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പോവാണ്. അത് ഒന്ന് നമ്മുടെ ആറിന് പെർപെൻഡിക്കുലർ ആയിട്ട് താഴോട്ടാണ്. ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് താഴോട്ടും. ഒന്ന് ഈ പച്ച തന്നെ വരച്ചാൽ മതി, എന്നാലും ഞാൻ എൻ്റെ താഴോട്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്. ഓക്കെ, അതിനോട് ചേർത്ത് തന്നെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെയും കോസ് കമ്പോണന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇത് ഫൈ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് എന്താവും? ഇത് 90 മൈനസ് 5 ആവും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് 5 വരും. 5 വരുന്ന കമ്പോണന്റ് കോസ് കമ്പോണന്റ് ആയതുകൊണ്ട് ഇതെന്താ? ഇത് DB2 എന്തായിരിക്കും? കോസ് 5 ആയിരിക്കും. ഇത് DB2 സൈൻ 5 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഫിഗറിനകത്ത് മാർക്ക് ചെയ്യാം.
മാർക്ക് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ എന്താണ് തിയറിയിലോട്ട് വരാൻ പോവാണ്. ഇവിടെ dB1 cos ഫൈവും dB2 cos ഫൈവും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി ഈ dB1 sin ഫൈവും dB2 sin ഫൈവ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. അറ്റ് P dB1 is resolved into two components dB1 cos phi and dB1 sin phi. Similarly again at point P dB2 is also resolved into two components dB2 cos phi and dB2 sin phi. ഇവിടെ cos phi രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കട്ട് ചെയ്തു പോകും, ക്യാൻസൽ ആയി പോകും. അതും കൂടെ നമുക്ക് എഴുതണം. ഹിയർ dB1 cos phi and dB2 cos phi are equal and opposite, hence cancels each other. And sine component exists, components exist. ഇനി ഇവിടെ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു, ഞാൻ ഏത് ലെങ്ത് എലമെന്റ് കൺസിഡർ ചെയ്താലും ആ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ആ ലെങ്ത് എലമെന്റ് മുഖാന്തരമുള്ളതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ആകെ വ്യത്യാസം ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഡയറക്ഷൻ ഇപ്പോൾ മനസ്സിലായി. ഏതൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെങ്ത് എലമെന്റ് കൺസിഡർ ചെയ്താലും അതിന്റെ ഡയറക്ഷൻ, രണ്ടിന്റെ ഡയറക്ഷൻ ആക്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. dB1 ഈസ് ഈക്വൽ ടു dB2 ഈസ് ഈക്വൽ ടു, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, അതിനെ അങ്ങ് dB എന്നാക്കുക. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? വെറും ഈ DL എന്ന് പറയുന്ന ഈ ഒരു സൈഡിലുള്ള കറണ്ട് എലിമെന്റ് മുഖാന്തരം ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന dB1 dB2 എന്താണെങ്കിലും dB ആയിട്ട് എടുത്തു. എനിക്ക് ഇതുപോലെയുള്ള കുറേ ലെങ്ത് എലിമെന്റ് കൂട്ടി വെക്കുമ്പോഴാണല്ലോ എനിക്ക് ഈ സർക്കുലർ ലൂപ്പ് ടോട്ടൽ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം സർക്കുലർ ലൂപ്പ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ dBനെ എലോങ് വിത്ത് അതിൻ്റെ സൈൻ ഫൈയുടെ ഡയറക്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, ഇല്ലേ? അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ. അപ്പം അതൊന്ന് ചെയ്യുകയാണ്, നോക്കിക്കോളൂ. therefore magnetic field at point P due to all the current element length element നിർത്താലും മതി, അല്ലെ ലെങ്ത് എലമെന്റ് എടുത്തോ, കുറച്ചുകൂടെ മനസ്സിലാകാൻ. ലെങ്ത് എലമെന്റ് ഓഫ് ലൂപ്പ് will be ഇതായിരിക്കും. ഇന്റഗ്രൽ dB ഈസ് ഈക്വൽ ടു, നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? ഇന്റഗ്രൽ, അതായത് നിങ്ങളിപ്പം എന്തെടുത്തെന്ന് പറഞ്ഞാലും ഇന്റഗ്രൽ dB1 sin phi എടുത്താലും അത് എന്തിന് ഈക്വൽ ആണ്? ഇന്റഗ്രൽ dB2 sin phi ഈക്വൽ ആണ്. രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്. അതുകൊണ്ട് ഞാൻ ജനറലി ഇങ്ങനെ എടുക്കാതെ ഞാൻ എന്താ എടുക്കാൻ പോകുന്നത്? ഞാൻ ഇന്റഗ്രൽ dB ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എന്താ? ഇന്റഗ്രൽ ഏതെങ്കിലും ഒരു dB sin phi-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് ഒരു സൈഡിൽ ഈ പുള്ളി ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡാണ് dB. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ, ഇല്ലേ? അതാണ് സൈൻ ഫൈയുടെ ഡയറക്ഷൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം
ഈ ഒരാൾ ഉണ്ടാക്കുന്നത് ഡി ബി സൈൻ ഫൈ ആണെങ്കിൽ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുന്നത് എന്ത് തന്നെയായിരിക്കും? ഡി ബി സൈൻ ഫൈ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഒരാളുടെ കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ളവരുടെ ടോട്ടൽ കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ആ ഓപ്പറേഷനാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഡി ബിയുടെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ നമുക്ക് ബി ടോട്ടൽ വരും, അതായത് ബി. ഇവിടെ ഇൻ്റഗ്രൽ ഡി ബിക്ക് ഞാൻ വാല്യൂ കൊടുക്കാൻ പോവാണ്. നമുക്കറിയാം μ0/4π I dl by x² ആയിരുന്നു നമ്മുടെ ഡി ബി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഇൻറ്റു എന്താ? സൈൻ ഫൈ. ഓക്കെ ആണല്ലോ. ഇനി ബി ഈസിക്വൽ ടു ഞാൻ ആ മുകളിലത്തെ മറ്റേ ആ സർക്കുലർ ലൂപ്പിൻ്റെ അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പോവാണ്. അതായത് ഓൾറെഡി അവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. അതായത് ഇത് എ ആയിരുന്നു, ഇത് ആർ ആയിരുന്നു, ഇത് എക്സ് ആയിരുന്നു, ഇത് എന്തായിരുന്നു? ഫൈ ആയിരുന്നു. അപ്പോൾ നിങ്ങളിത് എഴുതുന്നതിൻ്റെ സൈഡിൽ തന്നെ ഈ പടം വരച്ചിട്ട് ഇതിനകത്തുനിന്ന് സൈൻ ഫൈ ഒന്ന് കണ്ടുപിടിക്കുക. ഇതിനകത്തുനിന്ന് സൈൻ ഫൈ എന്ന് പറയുമ്പോൾ എന്ത് വരും? സൈൻ ഫൈ ഈസിക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് ഇവിടെ എ ആണ്, ഹൈപ്പോട്ടന്യൂസ് എക്സ് ആണ്. അപ്പം സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? a/x കിട്ടി. അത് ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ μ0/4π I dl ഡിവൈഡ് ബൈ x² ഇൻറ്റു a/x എന്ന് വരും. താഴെ x² x കൊണ്ട് രണ്ടും കൂടെ ചേർത്ത് x³ എന്ന് എഴുതാൻ പോവാം. ബി ഈസിക്വൽ ടു ഇൻ്റഗ്രൽ μ0/4π I dl a ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? x³ എന്ന് വരും. ഇനി വീണ്ടും ആ ട്രയാങ്കിളിനകത്ത് തന്നെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാം. അപ്ലൈ പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ x² ആണ്, ബേസ് സ്ക്വയർ r² ആണ്, അതേപോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ a² ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം x² ഈസിക്വൽ ടു r² പ്ലസ് a² എന്ന് എഴുതാം. അവിടുന്ന് x ഈസിക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് r² പ്ലസ് a² എന്ന് എഴുതാം. അവിടുന്ന് x ഈസിക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം r² പ്ലസ് a² ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റൂട്ട് എക്സിനെയോ അല്ലെങ്കിൽ റൂട്ട് എനെയോ ഒക്കെ നമുക്ക് റേസ് ടു 1/2 ആക്കി എഴുതാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എക്സിൻ്റെ വാല്യൂ തന്നെ വീണ്ടും ഇവിടെ കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബി എന്ത് വരുമെന്ന് നോക്കിയോ? ബി ഈസിക്വൽ ടു ഇൻ്റഗ്രൽ μ0/4π I dl a ഡിവൈഡഡ് ബൈ x³ പകരം r² പ്ലസ് a² ദി ഹോൾ റേസ് ടു 1/2 ദ ഹോൾ ക്യൂബ് എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ബി ഈസിക്വൽ ടു ഇൻ്റഗ്രൽ μ0/4π I dl a ഡിവൈഡഡ് ബൈ r² പ്ലസ് a² ദ ഹോൾ റേസ് ടു 3/2 എന്നാക്കാം. കാരണം 1/2 ദി ഹോൾ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 3/2. ഇനി നമ്മൾ എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുക? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതിനെ അല്ലാതെ ബാക്കിയുള്ള എല്ലാത്തിനെയും പുറത്തിറക്കാം. കോൺസ്റ്റൻറ്റിനെ എല്ലാം പുറത്തിറക്കാം, ബാക്കിയുള്ളതിനെ അവിടെ ഇടാം. μ0 ഒരു കോൺസ്റ്റൻ്റാണ് പുറത്തിറക്കി, 4π ഒരു കോൺസ്റ്റൻ്റാണ് പുറത്തിറക്കി, I കറണ്ടിന് ചേഞ്ച് ഒന്നുമില്ല ലൂപ്പിനകത്തുള്ള അതും കോൺസ്റ്റൻ്റാണ് പുറത്തിറക്കി. എ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് ആണ്, അതിനും ചേഞ്ച് ഇല്ല പുറത്തിറക്കി. താഴെയുള്ള ആറും എയും എല്ലാം കോൺസ്റ്റൻ്റ്. അപ്പം r² പ്ലസ് a² ദ ഹോൾ റേസ് ടു 3/2 മൊത്തത്തിൽ പുറത്തിറക്കി. ഇനി ഇൻ്റഗ്രലിനകത്ത് ആര് മാത്രമേ ഉള്ളൂ എന്നറിയാമോ? dl മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയുള്ള ലൂപ്പിൻ്റെ ഇത്രയും ഭാഗം മാത്രമാണ് dl. dlനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ കുറേ dl കൺസിഡർ ചെയ്ത് അതിനെല്ലാം കൂട്ടി എഴുതുക എന്നല്ലേ അർത്ഥം. അപ്പം dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കൺസിഡർ ചെയ്ത് ലൂപ്പിൻ്റെ പെരിമീറ്റർ ആയില്ലേ? അത് വേണമെങ്കിൽ സൈഡിലോട്ട് എഴുതി വെച്ചേക്കണം. ഇവിടെ ഇൻ്റഗ്രൽ dl എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ dl എന്ന് പറയുമ്പോഴത്തേക്കും പെരിമീറ്റർ ഓഫ് സർക്കുലാർ ലൂപ്പ്. അപ്പം നമുക്കറിയാം നമ്മൾ കൺസിഡർ ചെയ്ത സർക്കുലാർ ലൂപ്പിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് μ0 ഡിവൈഡഡ് ബൈ 4π r² പ്ലസ് a² ദി ഹോൾ റേസ് ടു 3/2 ഇൻറ്റു എന്താണ്? 2π a ആണ്. കാരണം 2π അതിൻ്റെ റേഡിയസ് a ആയതുകൊണ്ട് 2π r ആണ്, റേഡിയസ് ആണെങ്കിൽ r ആണെങ്കിൽ ഇത് a ആയതുകൊണ്ട് 2π a. ഇനി നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. ബി ഈസിക്വൽ ടു μ0 ia² ഡിവൈഡഡ് ബൈ 4π r² പ്ലസ് a² ദ ഹോൾ റേസ് ടു 3/2. ദിസ് ഈസ് ദ final equation for the magnetic field due to a circular current carrying loop on the axis at a r distance from it. ഇത് ചില്ലിട്ട് വെച്ചിരിക്കണം. എന്നിട്ട് ഇത് ബൈ ഹാർട്ട് ചെയ്തോണം. ന്യൂമറിക്കൽ ചോദിക്കാൻ ഫൈനൽ ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ച് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇത് ബൈ ഹാർട്ട് ചെയ്തോണം. സർ പറഞ്ഞോ.
സാർ ആ 2πയും 4πയും കട്ടായി പോകത്തില്ല. സോറി. അപ്പോൾ ഫൈനൽ ഒരു ഒന്നുകൂടെ സോൾവ് ചെയ്യാം. ഒന്നുകൂടെ സോൾവ് ചെയ്യാം. ഈ 2πയും പൈയും കട്ട് ചെയ്തു. ഈ 2ഉം 4ഉം കൂടെ കട്ട് ചെയ്ത് 2 ആക്കി. അങ്ങനെയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു നമുക്ക് ഫൈനൽ ഇക്വേഷൻ ഇതാണ്. μ0 IA². അയ്യോ, ഇതിൻ്റെ മുകളിലത്തെ ഒരു സെക്കൻഡ് ഇത് ഞാൻ എഴുതുന്നില്ല, ഇതങ്ങ് തുടക്കിയാണ്. ഇത് എഴുതണ്ട. ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി എഴുതാം. നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇവിടെ എന്താണ്, പൈയും കട്ട് ചെയ്ത് പോയി, 2ഉം 4ഉം കട്ട് ചെയ്ത് 2 ആക്കി. അങ്ങനെയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു നമ്മുടെ ഫൈനൽ μ0 I, എയും എയും കൂടെ ചെയ്യുമ്പോൾ A² ആവും, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു R² പ്ലസ് A² ദ ഹോൾ റേസ് ടു 3/2. ഇതാണ് ഫൈനൽ ഇക്വേഷനെ. ഇത് ശരിക്കും ഒരു 8 പേജുള്ള ഒരു ഡെറിവേഷൻ ആണ്. നമുക്ക് ചുരുക്കിയിട്ട് ഇത്ര ആക്കിയതാണ്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ ഫുൾ ഒന്ന് കാണിക്കാവോ? എവിടെ മുതലാ കാണിക്കേണ്ടതെന്ന് ഇങ്ങനെ കാണിച്ചാൽ പറ്റുമോ? കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സർ. എഴുതിയെടുത്തോ? കഴിഞ്ഞായിരുന്നെങ്കിൽ പറയണേ. യെസ് സർ കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും വേറെ ആരും എഴുതാനുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ 2 കേസാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പം പോയിന്റ് പി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ദൂരെയാണല്ലോ കൺസിഡർ ചെയ്യുന്നത്, ഇല്ലേ? ഈ പോയിന്റ് പി ഇതിൻ്റെ സെൻറ്ററിലാണെങ്കിൽ, ഈ പോയിന്റ് പി ഞാൻ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പം എന്തുകൊണ്ടും നമുക്കറിയാം, ഇപ്പം ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ ഇക്വേഷൻ എന്താണ്? ബി ഈസ് ഈക്വൽ ടു എന്താ? μ0 I A² ഡിവൈഡ് ബൈ 2 ഇൻറ്റു R² പ്ലസ് A² ദി ഹോൾ റേസ് ടു 3/2 ആണ്. എന്നാൽ ഈ നമ്മളിപ്പോൾ ഇക്വേഷനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ നടുക്കുള്ള ഇക്വേഷൻ ഇതിനേക്കാളും ചെറിയ ഇക്വേഷൻ ആയിട്ട് മാറും. എന്നും പറഞ്ഞ് അതിനർത്ഥം ഈ നടുക്ക് വരുന്ന വാല്യൂ അല്ല, നടുക്ക് വരുന്നത് ഏറ്റവും മാക്സിമം ആയിരിക്കും. ഒരു സർക്കുലർ ലൂപ്പിന്റെ നടുക്കത്തെ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ ആയിരിക്കും മാക്സിമം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് എഫക്റ്റ് കുറയും. ഓക്കെ, അപ്പം അതും കൂടെ എഴുതിക്കോ. കേസ് 1 എന്ന് എഴുതിക്കോ. കേസ് 1 എന്ന് എഴുതിക്കോ. കേസ് 1 എന്ന് എഴുതിക്കോ. കേസ് 1.
കേസ് 1 എഴുതിക്കുക. ഇഫ് പോയിന്റ് പി ഈസ് അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പ്. ഈസ് പോയിന്റ് പി ഈസ് അറ്റ് ദ center of the loop. Therefore r എന്തായിട്ട് മാറും? സെന്ററിലാണെങ്കിൽ നമുക്ക് ആ r ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, r 0 ആണ്. അങ്ങനെയാണ് നമ്മുടെ ബി യുടെ ഇക്വേഷൻ എന്ത് വരുമെന്ന് അറിയാമോ? μ0 I a² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അപ്പോൾ നമുക്ക് 0 സ്ക്വയർ പ്ലസ് a സ്ക്വയർ ദി ഹോൾ റേസ് ടു 3/2 ഇങ്ങനെ കൊടുക്കാം. അങ്ങനെയാണ് ബി എങ്ങനെ വരും? μ0 I a² ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം? 2 ഇൻറ്റു a സ്ക്വയർ ദി ഹോൾ റേസ് ടു 3/2 എന്ന് എഴുതാം. ഈ 2ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. b ഈസ് ഈക്വൽ ടു μ0 I a² ഡിവൈഡഡ് ബൈ 2a³ എന്ന് വരുന്നു. മുകളിൽ 2a² ഉണ്ട്, താഴെ മുകളിൽ 2a ഉണ്ട്, താഴെ 3a ഉണ്ട്. ഈ രണ്ടെണ്ണം വെച്ച് വെട്ടിപ്പോയി, ബാക്കി a വരുന്നു. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഇക്വേഷൻ b ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 2a ആയിരിക്കും. ഇതായിരിക്കും സെൻറ്ററിലുള്ള മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഈ ഇക്വേഷൻ ചെറുതാണ്, മറ്റേ ഇക്വേഷൻ വലുതാണെന്ന് പറഞ്ഞിട്ട് അതല്ല വാല്യൂ വലുത് വരുന്നത്, ഇതായിരിക്കും വാല്യൂ വലുത് വരുന്നത്. ശ്വേത ഇവിടെ ഉണ്ടോ? ശ്വേത ഇടയ്ക്ക് ലെഫ്റ്റ് ആയി പോയാലുണ്ടോ? ശ്വേത ഇവിടെ ഉണ്ടോ? ശ്വേത നെറ്റ്വർക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുന്ന ദിവസം റെക്കോർഡഡ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. എന്നെ ഓർമ്മിപ്പിച്ചാലേ എനിക്കത് ഇട്ട് തരാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ സർ. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. കേസ് 2 ഇത് എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് കേസ് 2 ആണേ. കേസ് 2 നമ്മൾ എന്താണ് r വെരി വെരി ഗ്രേറ്റർ ദാൻ a, r² വെരി വെരി ഗ്രേറ്റർ ദാൻ a² എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് കൺസിഡർ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യാൻ പോവാണ്. അതായത് കേസ് 2 എങ്ങനെയാണ്? നമ്മളിപ്പം മറ്റേ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ അറ്റ് ആക്സിയലും ഡൈപോൾ അറ്റ് ഇക്വേറ്റോറിയലും പഠിച്ചപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ആ ഡൈപോളിൻ്റെ ഡിസ്റ്റൻസിൻ്റെ പകുതി a ആണ്. അതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ആക്സിസിലുള്ള ഡിസ്റ്റൻസ് r ആണ്. അപ്പം r വെരി വെരി ഗ്രേറ്റർ ദാൻ a ആണെങ്കിൽ r² വെരി വെരി ഗ്രേറ്റർ ദാൻ a² ആയിരിക്കും. ഇവിടെ അതേപോലെ തന്നെ നമ്മുടെ ആ സർക്കുലർ ലൂപ്പിൻ്റെ റേഡിയസ് ആണ് a. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് r വെച്ച് നോക്കുമ്പോൾ a വളരെ ചെറുതാണ്, a വെച്ച് നോക്കുമ്പോൾ r വളരെ 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 വലുതാണ്. നമുക്ക് കൺസിഡർ ചെയ്യാം. പുറപ്പെട്ട അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ വലുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്യാൻസൽ ആയിപ്പോൾ. ഞാൻ അന്നും ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടായിരുന്നു അതും കൂടെ ഒന്ന് പറയാം. നമ്മളിപ്പം a എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഞാനിപ്പം ഒരു 0.1 എടുക്കുന്നു. r എന്ന് പറയുന്നതിനെ 100 എടുക്കുന്നു. a² വരുമ്പോൾ അതെന്തായിട്ട് മാറും? 0.01 ആവും. r² എടുത്താലോ 0.00010. അതായത് ഇവിടെ r വെരി വെരി ഗ്രേറ്റർ 0.1 വെച്ച് നോക്കുമ്പോൾ 100 ഒത്തിരി വലുതാണ് ഇല്ലേ? പക്ഷേ ഇതോ 0.01 വെച്ച് നോക്കുമ്പോൾ 10,000 ഭയങ്കര വലുതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ r² വെരി 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 ഗ്രേറ്റർ ദാൻ a² എന്ന് എഴുതാം. അപ്പം ഈ a² എന്ന് പറയുന്ന ചെറിയ സംഖ്യ നമ്മൾ എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്ത് കളയാം. അത് ഡിനോമിനേറ്ററിലാണെങ്കിലേ നെഗ്ലക്ട് ചെയ്തുള്ളൂ. ന്യൂമറേറ്ററിലുള്ള കാര്യം ഇപ്പം 5 എന്ന് പറയുന്നൊരു നമ്പർ ചെറിയ നമ്പർ ആണെങ്കിലും അതിനൊരു വാല്യൂ ഉണ്ട്. എന്നാൽ 1/5 ആണെങ്കിലോ ഡിനോമിനേറ്ററിൽ പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, റൗണ്ട് ഓഫ് ചെയ്തിട്ട് അങ്ങ് മാറും അല്ലേ? അപ്പം ഇവിടെ അതേപോലെ തന്നെയാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കാൻ പോകുന്നത്. അതായത് r വെരി വെരി ഗ്രേറ്റർ ദാൻ a. അങ്ങനെയാണെങ്കിൽ r² വെരി 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 ഗ്രേറ്റർ ദാൻ a². അങ്ങനെയാണെങ്കിൽ a² ഇൻ ഡിനോമിനേറ്റർ can be neglected. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ. എന്താ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ b ഈസ് ഈക്വൽ ടു μ0 I a² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r² പ്ലസ് a² ദ ഹോൾ സ്ക്വയർ ആണ്, അല്ല ഹോൾ റേസ് ടു 3/2 ആണ് അല്ലേ? അപ്പം a² അങ്ങ് പോകും. ഡിനോമിനേറ്ററുള്ള a² പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്തായി? b ഈസ് ഈക്വൽ ടു μ0 I a². മുകളിലത്തെ a² കളയല്. കഴിഞ്ഞ വർഷത്തെ ഒത്തിരി മഹാന്മാരും ഒക്കെ 2a കട്ട് ചെയ്തിട്ട് ഒക്കെ എഴുതിയവരുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. മുകളിലത്തെ a² എക്സിസ്റ്റ് ചെയ്യും. 2 ഇൻറ്റു r² പ്ലസ് 0 എന്താണ് 0 ആയിട്ട് അങ്ങ് എടുക്കുക, റേസ് ടു 3/2 എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ b ഈസ് ഈക്വൽ ടു μ0 I a² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇത് r² ദി ഹോൾ റേസ് ടു 3/2 എന്ന് എഴുതാം. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ
നമ്മുടെ ബിയുടെ ഫൈനൽ ഇക്വേഷൻ ആ കേസിൽ μ0 I_a² എന്നായിരിക്കും. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിസവും ഒരു കോയിൻ്റെ രണ്ട് സൈഡുകളാണ്. ഒന്ന് ഹെഡ് ആണെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് ആൾക്കാരാണ്. ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ലോജിക്കലി പറയുകയാണെങ്കിൽ ഒന്ന് തന്നെയാണ്. അവിടെ ഇ ഉപയോഗിക്കുന്നു, ഇവിടെ ബി ഉപയോഗിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ടോ അത് എല്ലാം ഇവിടെയും ഉണ്ട്, പക്ഷേ ലെറ്റർ മാറി മാറിയായിരിക്കുന്നേ ഉള്ളൂ. അപ്പം നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പി വെച്ചിട്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് എന്താണ് 2a × q ആണ് അതിൻ്റെ ഇക്വേഷൻ എന്നുള്ള കാര്യം അറിയാം. അതേപോലെ തന്നെ ഇവിടെ മാഗ്നറ്റിക് ഡൈപോളും ഉണ്ട്. അത് ക്യാപിറ്റൽ ലെറ്റർ M വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. എന്താണെന്നറിയാമോ? ഇലക്ട്രിക് ഡൈപോളിന് രണ്ട് പൊളാരിറ്റി ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അതേപോലെ തന്നെ കറണ്ട് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പ്, ഇപ്പം നമ്മൾ ചെയ്ത കറണ്ട് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ബിഹേവ് ചെയ്യും എന്നുള്ളത്. മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ ആ കറണ്ട് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പിൻ്റെ ഒരു സൈഡ് നോർത്ത് പോളും അപ്പുറത്തെ സൈഡ് സൗത്ത് പോളും ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഒരു സർക്കുലാർ ലൂപ്പിലൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകിയാൽ സൗത്ത് പോളും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകിയാൽ ആ സൈഡ് നോർത്ത് പോളും എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു. അത് നമ്മളിവിടെ ഇക്വേഷൻ വഴി പ്രൂവ് ചെയ്ത് കാണിക്കണം. എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള അതേ ഡൈപോളിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ് മാഗ്നറ്റിസത്തിലെ ഡൈപോൾ എന്നും ആ ഒരു കറണ്ട് ക്യാരിങ് ഏതൊരു ലൂപ്പിനകത്തൂടെ, അത് സർക്കുലർ ആയിക്കോട്ടെ, റെക്റ്റാങ്കുലർ ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രപ്പീസിയം ആയിക്കോട്ടെ, ഏത് ഷേപ്പിലുള്ള കോയിലിനകത്തൂടെ കറണ്ട് കടത്തി വിട്ടാലും അതിൻ്റെ ഒരു സൈഡ് നോർത്ത് പോളും ഒരു സൈഡ് സൗത്ത് പോളും, അല്ലെങ്കിൽ അതിന് മാഗ്നറ്റിക് ഡൈപോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം എന്നതാണ് നമ്മുടെ അടുത്ത എക്സ്പീരിമെൻ്റ്. അത് ശരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എഴുതി പോകുന്നതാണ്. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് തരുവാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വേണമെങ്കിൽ ഒരു ഹെഡിങ് പോലെ അങ്ങോട്ട് എഴുതിക്കോളൂ. എഴുതുക prove that, heading ആണ് prove that a current carrying circular loop act as a magnetic dipole, dipole. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ച ലാസ്റ്റ് പഠിച്ച ഇക്വേഷൻ B = എന്താ? μ0 Ia² ഡിവൈഡഡ് ബൈ 2r³ എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കുന്നു. എന്നിട്ട് അതിനെ മുകളിലും താഴെയും 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യാൻ പോവാണ്. അപ്പോൾ വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ B = μ0 Ia²നെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് μ0 I × 2 × πa² ഞാൻ ഒരുമിച്ച് എഴുതി, ഡിവൈഡഡ് ബൈ താഴെ 2 × 2 4 ആണ്, 4πr³ എന്ന് ഒരുമിച്ച് എഴുതി. നമുക്കറിയാം πr² എന്ന് പറയുന്നത് ഏരിയയാണ്. എന്നാൽ ഇവിടെ റേഡിയസ്, ആ സർക്കുലർ ലൂപ്പിൻ്റെ റേഡിയസ് a ആയിട്ട് എടുത്തുകൊണ്ട് πa² എന്ന് പറയുമ്പോൾ എന്താണ്? ഏരിയ ഓഫ് ദാറ്റ് ലൂപ്പാണ്. πa² എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് സർക്കുലർ ലൂപ്പാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ B = μ0 I × 2 ×
എ എന്ന് കൊടുക്കുന്നു. എ ഡിവൈഡഡ് ബൈ എന്താണ് 4πr³. ഇനി ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ബി ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു 2 ഇൻറ്റു ഐ ഇൻറ്റു എ എന്ന് ഒരുമിച്ച് എഴുതാൻ പോവാണ്. ഡിവൈഡഡ് ബൈ 4πr³. നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി ഈസ് ഈക്വൽ ടു എന്തെന്നാണ് പഠിച്ചത്? ക്യൂ ഇൻറ്റു 2a എന്നാണല്ലോ പഠിച്ചത്. എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ എം. ഒരു കാര്യം കൂടെ പ്രത്യേകം പറഞ്ഞുതരാം. സ്കൂളിൽ എല്ലാ സ്കൂളിലും എല്ലാ സ്കൂളിലും ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ സ്മോൾ എം ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. എന്നിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിനകത്ത് അതിനെ ക്യാപിറ്റൽ എം ആയിട്ട് എടുക്കാൻ പറയും. കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ ഡൈപോൾ മാഗ്നറ്റിന്റെ ഡൈപോൾ നോർത്ത് പോളും സൗത്ത് പോളും അതിന്റെ സ്ട്രെങ്തിനെയാണ് സ്മോൾ ലെറ്റർ എന്ന് വെച്ചിട്ട് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ അവിടെ ചെല്ലുമ്പോൾ പറയും ക്യാപിറ്റൽ എം ആയിട്ട് എടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ക്യാപിറ്റൽ എം ആയിട്ട് തന്നെ അങ്ങ് പഠിക്കുക. ഓക്കെ ആണല്ലോ? ഇവിടെ സ്മോൾ എമ്മും അവിടെ ക്യാപിറ്റൽ എം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഒരേ കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പം അത് ചിലർക്കത് വ്യത്യാസം അറിയത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ. അപ്പോൾ എമ്മിനെ നമുക്ക് എന്താ എഴുതാൻ പറ്റുന്ന അറിയോ? ഐ ഇൻറ്റു എ എന്ന് എഴുതാം. സെയിം തന്നെ ഇവിടെ ഈ പി ഉണ്ടാക്കാൻ കാരണക്കാരനാരാ? ക്യൂ. എവിടെയാണ് ഉണ്ടാകുന്നത്? അതിൻ്റെ ലെങ്ത് ഇല്ലേ? ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകാനുള്ള കാരണക്കാരനാരാ? കറണ്ട്. അതെവിടെയാണ് ഉണ്ടാകുന്നത്? അതിൻ്റെ ഏരിയയിൽ. ശരിക്കും സോഴ്സ് ഇൻറ്റു ഡയമെൻഷൻ എന്ന് പറഞ്ഞ ഫോമിലാണ് രണ്ടും വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഐ എക്ക് പകരം ക്യാപിറ്റൽ എം എന്ന് കൊടുത്താൽ ബി ഈസ് ഈക്വൽ ടു എന്താ? μ0 ഇൻറ്റു 2m ഡിവൈഡഡ് ബൈ എന്താണ്? 4πr³ എന്ന് വരും. ഇതിനെ ഒന്ന് ചില്ലിട്ട് വെക്കുക. എന്നിട്ട് താഴോട്ടൊരു കാര്യം എഴുതുക. ദിസ് ഇക്വേഷൻ resembles the electric field due to a dipole on the axial point. ആണോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആക്സിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആക്സിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2p ഡിവൈഡഡ് ബൈ 4πε0r³ ആണ്. ശരിക്കും ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്തേ. ഇവിടെ ബി യുടെ അവിടെ എന്ത് വന്നിരിക്കുകയാണ്? ഇവിടെ ബി ഉള്ളിടത്ത് ഇവിടെ ഇ വന്നിരിക്കുക. ഓക്കെ. ഇവിടെ 2 ഉള്ളിടത്ത് ഇവിടെ 2 തന്നെയാണ്. ഇവിടെ എം ഉള്ളിടത്ത് ഇവിടെ പി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. പി എം ഈസിക്വൽ എന്താണ്? പി ആണ്. ഇവിടെ 4π വന്നിടത്ത് ഇവിടെയും 4π വന്നിരിക്കുക. ഇവിടെ r³ വന്നിരിക്കുന്നിടത്ത് ഇവിടെ r³ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ μ0 വന്നിരിക്കുന്നിടത്ത് ഇവിടെ 1/ε0, അതായത് μ0 1/ε0ക്ക് തുല്യമാണ്. അതും ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റിയാണ്. അതെന്താണ്? ഒരു മീഡിയത്തിലൂടെ ഇലക്ട്രിക് ഫീൽഡിനെ കടത്തി വിടാതിരിക്കാനുള്ള ടെൻഡൻസി, എപ്സിലോൺ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ അവിടെ കടന്നു പോകുന്നതിനെ പറ്റിയൊക്കെയല്ലേ പഠിപ്പിച്ചത്? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1/ε0 വന്നുകൊണ്ടാണ്. എപ്സിലോണിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ കടത്തി വിടാത്തതിന്റെ ഓപ്പോസിറ്റ് കടത്തി വിടുന്നത്. അതേപോലെ തന്നെ പെർമിയബിലിറ്റി μ0 എന്ന് പറയുമ്പോൾ എന്താണ്? കടത്തി വിടുന്ന ടെൻഡൻസി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷനും സെയിമാണ്. അവിടെ ഇലക്ട്രിക് ഡൈപോൾ എന്തോ ഉണ്ടോ അത് തന്നെയാണ് ഇവിടെ മാഗ്നറ്റിക് ഡൈപോളും. അതിൻ്റെ ആ ഒരു യൂസ് ചെയ്യുന്ന ആ ഒരു എന്താണ് ലെറ്റേഴ്സ് ഒക്കെ മാറുന്നതേ ഉള്ളൂ. അവിടെ എന്തുണ്ടോ അത് തന്നെ ഇവിടെയും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്. ഹെൻസ് നമുക്ക് ഇതിൻ്റെ താഴോട്ട് എഴുതാം. ഇത് എഴുതണേ, ഇത് ഇത്ര എഴുതണേ. ഹെൻസ് എന്താണ്? ഹെൻസ് കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് act as a magnetic dipole. ഇത്ര എഴുതിക്കോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുവാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി.
ഡൗട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. ആംപിയർ സർക്യൂട്ടൽ ലോ എന്നൊരു ഹെഡിങ് എഴുതിക്കുക. ആംപിയർ സർക്യൂട്ടൽ ലോ. ഇത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ തീർത്തു. ഇനി ആംപിയർ സർക്യൂട്ടൽ ലോയും കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് എഴുതിയാൽ. ആംപിയർ സർക്യൂട്ടൽ ലോ അല്ലെങ്കിൽ ആംപിയർ സർക്യൂട്ടൽ തിയറം എന്ന് ചിലപ്പോൾ പറയും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ പറഞ്ഞു കൂളംസ് ലോയുടെ കൗണ്ടർ പാർട്ടാണ് നമ്മുടെ ഇവിടുത്തെ ബയോ-സാവാർട്ട്സ് ലോ. ഗോസസ് തിയറത്തിന്റെ കൗണ്ടർ പാർട്ടാണ് ഇവിടുത്തെ എന്ത് ആംപിയർ സർക്യൂട്ടൽ ലോ എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഗോസസ് തിയറം എന്താണെന്ന് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക്. ഞാൻ പഠിപ്പിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഗോസസ് തിയറം പറയുന്നത് ഫ്ലക്സിനെ പറ്റിയാണ്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ഞാൻ ഒരു സർഫസ് ഞാൻ തന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്, ഒരു ബുക്ക് തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയെന്ന് വിചാരിച്ചു. കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുക, ഇതുവഴി നോർമലായിട്ട് കടന്നു പോകാമെന്ന് വിചാരിച്ചു. കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതുവഴി നോർമലായിട്ട് കടന്നു പോകാം. ഓക്കെ, ഈ നോർമലായിട്ട് കടന്നു പോകുന്ന അതായത് പെർപെൻഡിക്കുലറി കടന്നു പോകുന്ന ഫീൽഡുകളെ മാത്രമേ ഫ്ലക്സിൽ കൂട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഫീൽഡുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഒരുമിച്ച് ഫ്ലക്സ് ഫൈ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ജനറൽ ഇക്വേഷൻ ഫൈ ഈസിക്കൽ എന്താ, ES കോസ് തീറ്റ എന്നാണ്. പക്ഷെ നമുക്ക് ഒരു സർഫസിന്റെ ടോട്ടൽ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, ചെറിയ ചെറിയ സർഫസുകളാക്കി എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ചെറിയ സർഫസ് ആയതുകൊണ്ട് ഫിസിക്സിൽ ചെറിയ കാര്യങ്ങളെ ഡി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. അപ്പം DS കൂടെ പോകുന്ന ഫ്ലക്സ് എന്തായിരിക്കും, d ഫൈ ആയിരിക്കും. അതായത് d ഫൈ ഈസിക്കൽ എന്താണ്, E ഡോട്ട് DS കോസ് തീറ്റ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇവിടെയും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഗോസസ് തിയറത്തിലേക്ക് വരാം. ഗോസസ് തിയറം എന്താ പറയുന്നത്, ഗോസസ് തിയറം പറയുന്നത് നമ്മളിപ്പോൾ ഒരു ചാർജ് കൺസിഡർ ചെയ്യുന്നു. ഈ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താ, ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലോട്ടും ഇങ്ങനെ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെളിയിൽ ആ ചാർജ് ഇരിക്കുന്ന പോലെ തന്നെ ഒരു സ്പെരിക്കൽ സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പെരിക്കൽ സർഫസിൽ കൂടെ പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാ പറയുന്നത്, 1/ε0 ടൈംസ് ആ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജിന്റെ നെറ്റ് ചാർജ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, എന്നാൽ ഇവിടെ എന്ത് വരുന്നറിയാമോ, ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ഫൈ, അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് 5B ആണ്. 5B ഞാൻ പറഞ്ഞത് 1/ε0ക്ക് പകരം നമുക്ക് ഇവിടെ എന്താ μ0 ആണ്. കറണ്ട് ചാർജിന് പകരം ഇവിടെ എന്താ കറണ്ടാണ്. അപ്പം ഇവിടത്തെ ആംപിയർ സർക്യൂട്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, μ0I എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ, കമ്പയർ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ തന്നെ ഇങ്ങനെ എഴുതാം, നോക്കിക്കോളൂ. അത് നോട്ട്സ് ഇങ്ങനെ ഒന്ന് എഴുതാം. This law states that states that the line integral of magnetic field around any closed loop is μ0 times the total current enclosed by enclosed by the total current passing through the loop enclosed with the angle of magnetic field around a closed loop is μ0 times the total current passing through the loop ഈ ഡെഫിനിഷൻ അത് എൻക്ലോസ്ഡ് ബൈ ദ, അത് ഞാൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാമേ. ഓക്കെ, ഞാൻ ഇവർക്ക് നോട്ട് കൊടുത്തത് ഇങ്ങനെയാണ്, അതവിടെ നിൽക്കട്ടെ.
ഓക്കെ, ഇത് ഇവിടെ ചെറിയൊരു തിരുത്ത് കാണുമായിരിക്കും, എന്തായാലും ഞാനത് പറയാം. അതിൻ്റെ ഇക്വേഷൻ എഴുതിക്കോ. നമ്മൾ പറഞ്ഞെന്താ, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാ. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബി ഡോട്ട് ഡി എൽ എന്നാണ് വരുന്നത്. ഈസിക്വൽ ടു μ0 ടൈംസ് ഐ എന്നാണ് പറയുന്നത്. ശരിക്കും ഇത് ഫ്ലക്സ് ആണ് കേട്ടോ, ഫൈ ബി ആണ്. ഇത് നമ്മൾ മറ്റേ മാഗ്നറ്റിക് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്ത് വേണേൽ പറയാം. ഏതാണെന്നറിയാമോ? അതായത് ഫൈ ഇ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? ഫൈ ഇ ഡോട്ട് ഡി എസിൻ്റെ ലൈൻ ഇൻ്റഗ്രലാണ് പഠിച്ചത്, ശരിയല്ലേ? അതെന്താണെന്നാണ് പഠിച്ചത്? 1/ε0 ഇൻറ്റു ക്യൂ ആണെന്നാണ് പഠിച്ചത്. ഇതെന്താണ്? ഇത് നമ്മുടെ ഗോസസ് തിയറത്തിൻ്റെ കോൺസെപ്റ്റാണ്. ഗോസസ് തിയറത്തിൻ്റെ കോൺസെപ്റ്റാണ്. അതിൻ്റെ ഒരുമിച്ച് അതിൻ്റെ താഴോട്ട് എഴുതിക്കോ, അപ്പം കമ്പയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഈ μ0 ഇത് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാവും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇങ്ങനെ കോൺസെൻട്രിക് റിങ് പോലെ ആയിരിക്കും വരുന്നത്. എനിക്ക് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി, മറ്റേ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരിക്കലും എനിക്ക് സർഫസ് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ ഒരു ലൂപ്പ്, ഇതിൻ്റെ എക്സ്റ്റേണൽ, അത് ഒരു എന്താണ് റേഡിയസ് ദൂരെ ഇതുപോലെ തന്നെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തു. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ആംപീരിയൻ ലൂപ്പ് എന്ന് പറയും. മറ്റേത് ഗോഷ്യൻ സർഫസ് എന്ന് പറയും, ഇത് ആംപീരിയൻ ലൂപ്പ് എന്ന് പറയും. ആംപീരിയൻ ലൂപ്പാണിത്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതുവഴി ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. മറ്റേത് സർഫസ് കൺസിഡർ ചെയ്തിട്ട് ആ സർഫസിലെ സർഫസിൽ കൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് അതിനെയാണ് ഫ്ലക്സ് ആയിട്ട് എടുത്തതെങ്കിൽ, ഇവിടെ ഒരു ലൂപ്പ് കൺസിഡർ, കാരണം ഇവിടെ എന്താണ് ഒരേ പ്ലെയിനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്, ഇങ്ങനെ വട്ടത്തിൽ. അപ്പോൾ അത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ, ഈ ലൂപ്പിലുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ എന്ത് ചെയ്യുക, ചെറിയൊരു ലെങ്ത് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ട് അതിലൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഈ ലൂപ്പിൽ കൂടെ പോകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അവിടെ നമ്മൾ അങ്ങനെ അല്ലേ ചെയ്തത്? ഇപ്പം ഇതൊരു ചാർജ് ആണെങ്കിൽ വെളിയിൽ ഒരു കേർഡ് സർഫസ്, ഇവിടെ ഒരു ഡി എസ് കൺസിഡർ ചെയ്തു. ഈ ഡി എസ്സിൽ കൂടെ പോകുന്ന ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് പിന്നീട് എന്ത് കണ്ടുപിടിച്ചത്? ടോട്ടൽ കണ്ടുപിടിച്ചത്. അങ്ങനെയായിരുന്നു നമ്മൾ അവിടെയും ചെയ്തത്. ഇവിടെ അതേപോലെ തന്നെ ചെയ്യാത്രേ ഉള്ളൂ. ഇനിയും അവിടെ ഗോസസ് തിയറത്തിന് ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ കണ്ടക്ടിങ് സ്ഫിയർ. ഇവിടെയും ആംപിയർ സർക്യൂട്ട് ലോയിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ. അതൊരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ 2 കേസുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും കൂടെ എഴുതിയിട്ട് കേസ് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം, ഒത്തിരി ആയി ഇന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് എഴുതിക്കോ. ആപ്ലിക്കേഷൻ ഓഫ് ആംപിയർ സർക്യൂട്ട് ലോ. ആപ്ലിക്കേഷൻ ഓഫ് ആംപിയർ സർക്യൂട്ട് ലോ. ഓഫ് ആംപിയർ സർക്യൂട്ടൽ ലോ. അല്ലേ ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം, ഒത്തിരിയായി. ഇത്രയും എന്തായാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആംപിയർ സർക്യൂട്ട് ആപ്ലിക്കേഷൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാമേ. ഇത് നിങ്ങൾക്ക്